മാംഗല്യം ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷവും അർച്ചന തൻ്റെ കൂടെ വരാൻ കൂട്ടാക്കുന്നില്ല എന്ന് അനൂപിന് മനസ്സിലാവുകയാണ്. തുടർന്ന് ആരെയും ഒരു വിവരങ്ങളും അറിയിക്കരുത് എന്ന് അർച്ചന പറഞ്ഞത് അനൂപ് ശരിവെക്കുകയാണ്. തുടർന്ന് അർച്ചനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അനൂപിങ് താഴോട്ട് വരുമ്പോൾ ആകെ ടെൻഷനോടുകൂടി സച്ചി അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് സച്ചി ഒന്ന് നോക്കിയിട്ട് അനൂപ് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ റൂമിൽ നിന്നും സേതുമാധവൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം അനൂപ് വന്നിട്ട് കുറേ നേരമായോ വന്നിരിക്കുക എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇല്ല, കുറേ നേരമേ വന്നിട്ട് തിരക്കുണ്ട്, പോകാൻ ഇറങ്ങുവാണ് എന്ന് പറയുമ്പോൾ അനിയത്തിയെ കണ്ടില്ലേ, അനിയത്തി കുറച്ച് സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു, എപ്പോഴും ഇമോഷണലാണ്, സങ്കടമാണെന്നൊക്കെ സേതുമാധവൻ പറയുകയാണ്. അന്നേരം അനൂപ് പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ് അവളെ വളർത്തിയത്, അവളൊരു തൊട്ടാവാടിയാണ്, എപ്പോഴും ഇടവും വലവും ഒക്കെ അവളുടെ കൂടെ ആരെങ്കിലും കാണും, കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ അവളെ വളർത്തിയത് എന്നൊക്കെ അനൂപ് സേതുമാധവനോടാണ് സംസാരിക്കുന്നതെങ്കിലും സച്ചി ഇങ്ങനെ ഏറെ കണ്ടിട്ട് അനൂപ് നോക്കുന്നുണ്ട്. പക്ഷെ അനൂപിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ സച്ചിയാണെങ്കിൽ തല കുനിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം, എല്ലാവരെയും കൂട്ടി ഇടയ്ക്കൊക്കെ വരണം, അനിയത്തിയെ കൂടെ വരുന്നില്ലേ എന്നൊക്കെ സേതുമാധവൻ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഞാൻ പിന്നീട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട്. തുടർന്ന് എല്ലാവരും വരുന്നതാണ് സന്തോഷം, ഞങ്ങൾ അന്യരൊന്നും അല്ല എന്നൊക്കെ തങ്ങളുടെ അവർ കുറേ നേരം സംസാരിച്ച ശേഷം അനൂപ് ഇറങ്ങുകയാണ്. ഈ സമയത്ത് സേതുമാധവനോട് അനൂപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സച്ചി അങ്ങ് പുറത്തേക്ക് ഇറങ്ങി കാറിൻ്റെ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. അവരെന്തായിരിക്കും സംസാരിച്ചത്, അനൂപേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമോ, അർച്ചന കൂടെ പോകുമോ എന്നുള്ള ഒരു ടെൻഷനാണ് സച്ചിക്ക്. തുടർന്ന് അനൂപ് സച്ചിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, എടാ നീ ഇപ്പോഴും മാന്യനായിട്ട് തന്നെ നിന്നോ, നീ ഇത്രയൊക്കെ അവളെ ചതിച്ചിട്ടും നിൻ്റെയോ നിൻ്റെ വീട്ടുകാരെയോ ഒന്നും തള്ളി പറയാനായിട്ട് അവൾക്ക് സാധിക്കുന്നില്ല, അവൾ എപ്പോഴും നിൻ്റെ കൂടെയാണ് എന്നൊക്കെ അനൂപ് അങ്ങ് ദേഷ്യപ്പെട്ട് സച്ചിയോട് സംസാരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നതൊക്കെ മുകളിൽ ബാൽക്കണിയിൽ നിന്ന് അർച്ചന കാണുകയാണ്. തുടർന്ന് എനിക്ക് പറയാനുള്ളത് കൂടി അനൂപേട്ടൻ കേൾക്കണമെന്ന് സച്ചി പറയുകയാണ്. അന്നേരം ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പെണ്ണിനെ താലി കെട്ടി ചതിച്ചിട്ട് നീ ഏറെ ഏതോ പെണ്ണിനെ മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ, അവളെ കളഞ്ഞിട്ട് എൻ്റെ അനിയത്തിയെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ നിനക്ക് കഴിയുമോ, എങ്കിൽ നീ പറയുന്നതൊക്കെ രാവോളം വെളുക്കോളം ഇരുന്ന് ഞാൻ കേൾക്കാം എന്നൊക്കെ അനൂപ് പറയുമ്പോൾ സച്ചിക്ക് ഉത്തരമില്ലാതെ സച്ചി അങ്ങ് തിരിഞ്ഞു നിൽക്കുകയാണ്. വീണ്ടും അനൂപ് അങ്ങ് പറയുകയാണ്, നീ നിൻ്റെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, നീ അതുമാത്രം ശരിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഈ സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാകണമെങ്കിൽ നിൻ്റെ അനിയത്തി ഇങ്ങനെ ജീവിതം തകർന്ന് നിൻ്റെ കൺമുന്നിൽ നിൽക്കണം, എങ്കിലേ നിനക്കത് മനസ്സിലാകൂ. ഒരു കൂടപ്പിറപ്പിൻ്റെ ജീവിതം ഇങ്ങനെ മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ ഒരേട്ടൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുമെന്നും പറഞ്ഞ് ആദ്യം ദേഷ്യത്തോടെയാണ് അനൂപ് സംസാരിക്കുന്നതെങ്കിലും പിന്നീട് അനൂപിൻ്റെ സംസാരം ഇടറുന്നുണ്ട്. തുടർന്ന് അനൂപേട്ട ഞാൻ എന്നൊക്കെ എന്ത് ചെയ്യാനാ എന്നുള്ളതൊക്കെ സച്ചി നിൽക്കുമ്പോൾ നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഒരു അപേക്ഷയാണ്. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല, അതുപോലെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് സച്ചിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അനൂപ് ചോദിക്കുകയാണ്, എൻ്റെ പെങ്ങളെ ഉപേക്ഷിക്കാതിരിക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ, അത്രയ്ക്ക് നിന്നെയും നിൻ്റെ കുടുംബത്തെയും അവൾ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ വിട്ട് ദൈവം വരെ വിളിച്ചാൽ പോലും അവൾ പോകില്ല, അത്രയ്ക്ക് പാവമാണ് എൻ്റെ അച്ചു, അവളെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് നിനക്ക് കഴിയുമോ എന്നിങ്ങനെ കൈപിടിച്ച് സങ്കടത്തോടു കൂടി ഒരു അപേക്ഷ എന്ന പോലെ അനൂപ് ചോദിക്കുകയാണ്. അന്നേരം സച്ചിക്കാണെങ്കിൽ ഒരു ഉത്തരവുമില്ല, സച്ചിയും ആകെ അങ്ങ് വിഷമാവസ്ഥയിലാണ്. ഇവർ രണ്ടുപേരെക്കാളും അതിനേക്കാളും വിഷമത്തിലങ്ങ് മുകളിൽ നിന്നങ്ങ് കരയുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് അർച്ചന തുടർന്ന് സച്ചിയുടെ കൈയങ്ങ് വിട്ടിട്ട് അനൂപ് പോകാൻ തുടങ്ങുന്നുണ്ട്. അടുത്തേക്ക് പോയിട്ട് തിരികെ വന്ന് അനൂപ് പറയുകയാണ്, സങ്കടത്തിലും ദേഷ്യത്തിലും ഒക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, ഉള്ളിൽ കിടന്ന സങ്കടങ്ങളെല്ലാം ഒരു പെരുവെള്ളം പോലെ പൊട്ടിയതാണ്, നീ അതൊന്നും കാര്യമാക്കണ്ട, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് അനൂപ് അങ്ങ് പോവുകയാണ്. നേരവും സച്ചി ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് അനൂപ് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ കമലയും ആതിരയും ഒക്കെ ഉമ്മറത്ത് തന്നെയുണ്ട്. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, നീയും മീരയും തമ്മിൽ എന്താ പ്രശ്നമെന്ന്. അന്നേരം എന്ത് പ്രശ്നമെന്നും പറഞ്ഞ് അനൂപ് ഒന്നും അറിയാത്ത പോലെ തിരിഞ്ഞിരിക്കുകയാണ്. അന്നേരം പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ നീ പോയ ശേഷം അവൾ ഇതുവരെ റൂമിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല, ഇവൾ ചെന്ന് ചോദിച്ചപ്പോൾ അച്ചുവിൻ്റെ കാര്യം പറഞ്ഞാണ് വഴക്കുണ്ടായതെന്നാണല്ലോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരു പ്രശ്നവുമില്ലാന്ന് അനൂപ് പറയുന്നുണ്ട്. തുടർന്ന് കമല ചോദിക്കുകയാണ്, നീ എന്തായിരുന്നു ജോലിക്ക് പോവാഞ്ഞത്, അച്ഛൻ ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അന്നേരം ഞാനന്ന് അച്ഛനെ കാണാൻ പോയി എന്ന് അനൂപ് പെട്ടെന്നങ്ങ് പറയുകയാണ്. അന്നേരം അച്ഛനെ കാണാൻ മാത്രം എന്താണ് പ്രശ്നം, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ട് അവളെ കാണാൻ പോയെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്നിങ്ങനെ കമല പറയുമ്പോൾ ഏട്ടനും ഏട്ടത്തെയും നമ്മളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട് എന്ന് ആതിരയും പറയുകയാണ്. തുടർന്ന് അനൂപ് അങ്ങ് ദേഷ്യപ്പെടുകയാണ്, നിങ്ങളിങ്ങനെ മാറി മാറി ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ല, എനിക്കെൻ്റെ പെങ്ങളെ കാണണമെന്ന് തോന്നി, ഞാൻ പോയി കണ്ടു, അത്രേ ഉള്ളൂ എന്ന് അനൂപ് പറയുകയാണ്. തുടർന്ന് കമല പറയുകയാണ്, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, കുറച്ച് ദിവസമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുകയാണ്, എന്തെങ്കിലും ചോദിച്ചാൽ
ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ് എന്നിങ്ങനെ പറയുമ്പോൾ അനുവിനങ്ങ് ദേഷ്യം വരികയാണ്. അനു പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല, എനിക്ക് അവളെ കാണണമെന്ന് തോന്നി, ഞാൻ കാണാൻ പോയി, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് അനുവൻ കയറി പോകുന്നുണ്ട്. പക്ഷെ അന്നേരവും ആതിരയ്ക്കും കമലയ്ക്കും എന്തോ സംശയങ്ങളൊക്കെ തോന്നുകയാണ്. തുടർന്ന് അനൂപ് റൂമിലേക്ക് വരുമ്പോൾ മീര ചോദിക്കുകയാണ്, എന്താ സ്നേഹമുള്ള അനിയത്തിയെ വിളിക്കാൻ പോയിട്ട് അനിയത്തി കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് അനൂപിനെ കളിയാക്കുകയാണ്. അന്നേരം അനൂപ് പറയുന്നുണ്ട്, മീര എനിക്ക് അല്പം മനസ്സമാധാനം എന്താന്ന്. വീണ്ടും മീര അങ്ങ് പറയുകയാണ്, മനുഷ്യനായാൽ കുറച്ച് ബുദ്ധി വേണം, പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം എന്നൊക്കെ. അവള് അവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇവിടെ ഈ വീട്ടിൽ വന്ന് താമസിച്ച എന്തിനാ, അവളത്ര മന്ദബുദ്ധിയൊന്നുമല്ല, അവൾ ബുദ്ധിമതിയാണ് എന്നൊക്കെ മീര പറയുന്നുണ്ട്. തുടർന്ന് അനു പറയുകയാണ്, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, അവളെ ഞാൻ വിളിച്ചതാണ്, അപ്പോൾ അവൾ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു, അവൾക്കവിടെ സന്തോഷമാണെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് അനു പറയുന്നുണ്ട്. അന്നേരം ഇത്രയും സ്നേഹമുള്ള ചേട്ടൻ വിളിച്ചിട്ടും അവളെ ഇഷ്ടമില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു അല്ലേ എന്നൊക്കെ അങ്ങ് മീര ചോദിച്ച് കളിയാക്കുമ്പോൾ അനു പറയുകയാണ്, ഇവിടെ എന്ത് കുറവാണ് നിനക്കുള്ളത്, എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്, ഉള്ളത് കൊണ്ട് ഉള്ള സൗകര്യത്തിനനുസരിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ചുള്ളത്, അത്രയേറെ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടും അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ സ്നേഹം അവിടെ നിന്ന് കിട്ടുന്നില്ല, എന്നിട്ടും അവൾ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അനു സങ്കടപ്പെടുന്നുണ്ട്. തുടർന്ന് മീരയങ്ങ് ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ അനു പറയുകയാണ്, നിനക്ക് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ കുറവായിട്ട് തോന്നുന്നെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോയി നിൽക്കാമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അനുപങ്ങ് റൂമിൽ നിന്ന് പോവുകയാണ്. ഇതേസമയം റൂമിൽ നിന്ന് സച്ചിയോട് അർച്ചന സംസാരിക്കുകയാണ്, ഇന്ന് അനൂപേട്ടൻ വന്നതുപോലെ നാളെ അച്ഛനും അമ്മയും ഒക്കെ വന്നെന്നിരിക്കും, എല്ലാവരിൽ നിന്നും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറച്ചു വെക്കാനൊന്നും സാധിക്കില്ല, മനുഷ്യരല്ലേ, നിയന്ത്രണം വിട്ടുപോകും, ആരോടെങ്കിലുമൊക്കെ പറയും എന്നൊക്കെ അർച്ചന പറയുകയാണ്. അന്നേരം അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എനിക്കൊരു സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. അന്നേരം കല്യാണത്തിന് മുമ്പേ സച്ചിയേട്ടൻ ഒരു സൊല്യൂഷനിലേക്ക് എത്തിയതാണല്ലോ, ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടുമെന്ന് സച്ചിയേട്ടനോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്നൊക്കെ അർച്ചന ചോദിക്കുകയാണ്. അന്നേരം അതിനൊന്നും മറുപടി ഇല്ലാതെ സച്ചിരിക്കുകയാണ്. ഇതേ സമയം റൂമിന് പുറത്ത് സ്റ്റെപ്പ് കയറി വരികയാണ് അനഘ പഴയ കുട്ടികളെ കാണിക്കുന്നത് പുതിയ ആളാണ്, ആൾ മാറിയിട്ടുണ്ട്. അന്നേരം അനഘ അവരുടെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ ചെവി ഓർക്കുകയാണ്, എന്താണ് സംസാരിക്കുന്നത് എന്നറിയാനായിട്ട്. അതേസമയം അർച്ചന സംസാരിക്കുകയാണ്, സച്ചേട്ടൻ എന്ത് തീരുമാനമെടുത്താലും അതിൽ ഞാൻ കൂടെ നിൽക്കും, ഒരാളുടെയും മുമ്പിൽ സച്ചേട്ടൻ തലമുനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അർച്ചന പറയുന്നത് അനഘ പുറത്തു നിന്നും വാതിൽക്കൽ ഇങ്ങനെ ചെവി കൂർപ്പിച്ച് കേൾക്കുകയാണ്. എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അനഘ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും സന്ദീപും സ്നേഹയും കൂടി വരുന്നത്. സ്നേഹ ഇങ്ങനെ അനഘയുടെ തോളിലേക്ക് പിടിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് അനഘ നോക്കുകയാണ്. അന്നേരം എന്താ ഇവിടെ എന്ന് സന്ദീപ് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ സച്ചിയേട്ടനെ ഒന്ന് കാണാനായിട്ട് ഒരു കാര്യം ചോദിക്കാനായിട്ട് എന്ന് പെട്ടെന്ന് അനഘ പറയുകയാണ്. അന്നേരം അതിനിവിടെ കിടന്ന് പരുങ്ങുന്ന എന്തിനാ, തട്ടി വിളിച്ചാൽ പോരെ എന്ന് സന്ദീപ് ചോദിക്കുകയാണ്. അന്നേരം സ്നേഹ കളിയാക്കുകയാണ്, അതിന് സച്ചിയേട്ടൻ അകത്തുണ്ടോ എന്ന് അറിയണ്ടേ എന്നിങ്ങനെ കളിയാക്കി ചോദിക്കണം. അന്നേരം സംഭവം പന്തികേടാണെന്ന് അനഘയ്ക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് ഞാൻ വിളിച്ചു തരാം സച്ചിയേട്ടനെ എന്നും പറഞ്ഞ് സന്ദീപ് വാതിൽ മുട്ടാൻ പോകുമ്പോൾ വേണ്ട ഞാൻ പിന്നെ കണ്ടോളാം എന്നും പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടങ്ങ് അനഘ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ഇതേസമയം സച്ചി പറയുകയാണ്, ഞാൻ സഞ്ജുവിനോട് ഫോണിൽ സംസാരിക്കുന്നത് ഓഫീസിൽ വെച്ച് അനൂപേട്ടൻ കേട്ടു എന്ന്. അന്നേരം അവർക്കൊക്കെ അറിയാമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സുഹൃത്തുക്കളോടൊക്കെ ഞാനിതൊക്കെ ഷെയർ ചെയ്യാറുണ്ട് എന്ന് സച്ചി പറയുകയാണ്. അന്നേരം വേറെ ആരും ഇത് അറിയരുതെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് അർച്ചന പറയുന്നുണ്ട്. തുടർന്ന് അനൂപല്ല സച്ചി പറയുകയാണ്, അനൂപേട്ടൻ ഇനിയിപ്പോൾ ദേഷ്യത്തിൽ വീട്ടിൽ ചെന്ന് വീട്ടുകാരോടൊക്കെ പറയുമോ എന്ന്. അന്നേരം എനിക്ക് ദോഷം വരുന്നതൊന്നും അനൂപേട്ടൻ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസമെന്ന് അർച്ചന പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് അനഘ അവന്തികയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി പറയുകയാണ്, സച്ചിയേട്ടനും അർച്ചനയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കല്യാണം കഴിച്ചതിന് ശേഷം സച്ചിയേട്ടൻ്റെ മുഖത്ത് എന്തോ ആകെ ഒരു നിരാശയുണ്ടെന്ന് പറയുമ്പോൾ ഏതൊന്നുമില്ല, സച്ചി പണ്ടേ അങ്ങനെയാണല്ലോ, പിന്നെ കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ടെൻഷൻ ആയിരിക്കും എന്നൊക്കെ അവന്തിക പറയുകയാണ്. അന്നേരം അതൊന്നുമല്ല, അവർ മുറിയിൽ വഴക്കൂടുന്നത് ഞാൻ കേട്ടതാണ് എന്ന് പറഞ്ഞ് രാവിലെ കേട്ട സംഭവങ്ങളൊക്കെ പിന്നെ അനഘ അവന്തിയോട് പറയുകയാണ്. അന്നേരം ആകെ ടെൻഷനായിട്ട് അവന്തിക നിൽക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.